ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപട്ടികയ്ക്ക് പുറത്തുള്ള അറസ്റ്റ് നടന്നത് ഇന്നലെയാണ്. പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1.5 കോടി നൽകിയെന്നാണ് ഗോവർദ്ധന്റെ മൊഴി. ഇതിനു പകരം പോറ്റി ശബരിമലയിലെ സ്വർണം നൽകിയെന്നാണ് മൊഴി. സ്വർണത്തിന് 14 ലക്ഷം രൂപ മാത്രമേ നൽകേണ്ടി വന്നുള്ളൂ എന്നും ഗോവർദ്ധൻ പറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് 989 ഗ്രാം സ്വർണം വേർതിരിച്ചുവെന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി കള്ളമെന്ന് തെളിഞ്ഞിട്ട് ദിവസങ്ങളായി. അപ്പോൾ അറസ്റ്റ് വൈകിയതെന്ത് എന്ന ചോദ്യമുയർന്നു. പങ്കജ് ഭണ്ഡാരിയിലും ഗോവർദ്ധനിലും അന്വേഷണം അവസാനിക്കുമോ എന്ന ചോദ്യവുമുണ്ട്. അതോ കൂടുതൽ ബോർഡംഗങ്ങളുടെ അറസ്റ്റിലേക്ക് നീങ്ങാത്തതിനെക്കുറിച്ചുള്ള കോടതി വിമർശനത്തിൽ ഇനിയും നടപടികൾ പ്രതീക്ഷിക്കാമോ? SITക്ക് അധികം സമയമില്ല. അടുത്ത മാസം പകുതിയോടെ അന്തിമ റിപ്പോർട്ട് നൽകണം. ഇതിനിടയ്ക്ക് EDയും എത്തുകയാണ്. ഇനിയും തലകൾ ഉരുളുമോ അതോ ഇവിടം കൊണ്ട് അവസാനിക്കുമോ? ഇനി ആരൊക്കെ എന്നതാണ് ചോദ്യം. CPMൽ നിന്നും ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസിൽ നിന്നും VR അനൂപ്, ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയായ RB ബാബു, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, നിയമവിദഗ്ധൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. അറിയാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. ഡോക്ടർ ഗോപൻ, ഇപ്പോൾ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടത്തിയ വിമർശനങ്ങൾ അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇപ്പോൾ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വർണം വിറ്റത്, എങ്ങനെയാണ് അതിൻ്റെ ഭാഗം കയ്യിൽ വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് ഇനി കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന സൂചനകളാണ്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഈ അന്വേഷണം ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ നിന്നു പോയതിനെ കുറിച്ചാണ് കോടതി ഇന്നലെ ആശങ്ക പ്രകടിപ്പിച്ചത്. ശ്രീ ഗോപൻ, കേൾക്കാമോ? ശ്രീമതി സ്മൃതി, കേൾക്കാം. പറഞ്ഞോളൂ. അന്വേഷണം നിന്നുപോയി എന്നുള്ള കോടതിയുടെ ആശങ്ക യഥാർത്ഥത്തിൽ സ്ഥാനത്താണോ അസ്ഥാനത്താണോ എന്നുള്ളത് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 2 കോടതിയാണ് ഇതിൽ ഇടപെട്ടത്. ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. പക്ഷേ ശബരിമല കേസ് പരിഗണിക്കുന്നത് മറ്റ് ബെഞ്ചാണ്. അപ്പോൾ അത്തരം ഒരു ബെഞ്ചിൻ്റെ ഒരു കമൻ്റ് അല്ല ഇന്നലെ വന്നത്. ഈ കേസിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ SITയുടെ മേൽനോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബെഞ്ചുണ്ട് ഹൈക്കോടതിയിൽ. ബഹുമാന്യ വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു നിരീക്ഷണമല്ല വന്നത്. ആദ്യം നമ്മളൊക്കെ കരുതിയത് അങ്ങനെ ഒരു നിരീക്ഷണമായിരുന്നു വന്നതെന്നാണ്. പിന്നീടാണത് മനസ്സിലായത് അങ്ങനെ ഒരു നിരീക്ഷണമല്ല വന്നതെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കേസ് ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സംശയം ജനങ്ങളിൽ ഉളവാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ PK ഗോപൻ, ഈ ഡിസംബർ 5-ന് ശേഷം, അതായത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നെ അറസ്റ്റൊന്നും കുറേ ദിവസത്തേക്ക് നടന്നിട്ടില്ലല്ലോ. ആ സമയം എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലയളവുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സംശയിക്കാം. ഈ കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഏത് കോടതി പറയുന്നു എന്നതിലപ്പുറം ആ പറഞ്ഞ കാര്യങ്ങളിൽ അതിലെന്തെങ്കിലും വിശദീകരണം നൽകാമോ? അത് കേവല സംശയം മാത്രമാണ്. കാരണം ഇന്നലത്തെ അറസ്റ്റ് വളരെ നിർണായകമായ അറസ്റ്റാണ്. ആ അറസ്റ്റിൽ പെട്ട 2 പേരും അതിന് പൊളിറ്റിക്കലായ മാനമുണ്ട്. അതുപോലെ തന്നെ അതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അറസ്റ്റുമായിട്ട് അത് മാറിയിട്ടുണ്ട്. കാരണം ഈ സ്വർണം എടുത്തുകൊണ്ട് പോയി ആരാണോ സ്വർണം കൈപ്പറ്റിയത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ തലത്തിലേക്ക് അത് വികസിച്ച് വന്നപ്പോഴാണ് ഗോവർദ്ധനിലും ഭണ്ഡാരിയിലും അറസ്റ്റ് എത്തുന്നത്. അപ്പോൾ ഗോവർദ്ധനൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഈ സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത സ്വർണമാണെന്ന് കൃത്യമായി തെളിയിച്ചില്ലെങ്കിൽ ദൃശ്യം 2 സിനിമയിലേതുപോലെ ആയിപ്പോവും. കാരണം അവസാനം ഈ അസ്ഥികൂടം മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഫോറൻസിക് പരിശോധനയിലൂടെ യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണമാണ് ഗോവർദ്ധനൻ്റെ പക്കൽ നിന്ന് കണ്ടെടുക്കുന്നത് അല്ലെങ്കിൽ അവിടുന്ന് പിടിച്ചെടുത്തത് എന്നത് വന്നില്ല എങ്കിൽ അത് കോടതിയിൽ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് പോലീസ് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ SIT ഒരു സ്റ്റെപ്പ് പിറകോട്ട് വയ്ക്കുന്നത് 2 ചുവട് മുന്നോട്ട് വയ്ക്കാനാണ്. ഈ ഒരു സംവിധാനത്തിലാണ് SITയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത് ഒരു ലാഗ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അവിടെ വരുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പങ്കജ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട് പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനാണല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ സ്വർണം അലിയിപ്പിക്കാനുള്ള സംവിധാനം ഒന്നുമില്ല എന്ന് പറയുന്നു.
ആ മൊഴി കളവാണെന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ, അതായത് പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആ കാര്യങ്ങളാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്? ഇതിനിടയ്ക്ക് പങ്കജ് ഭണ്ഡാരിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും? അല്ല, അറസ്റ്റ് നമ്മൾ പറയുമ്പോൾ തൊട്ടടുത്ത ദിവസം അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക എന്നൊന്നും മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സൂചിപ്പിക്കുന്നത് പോലെയോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അങ്ങനെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുമോ? നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടാണോ അറസ്റ്റ് ചെയ്യുന്നത്? ഇന്ന ആളുകളെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? തെളിവില്ലാതെ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് എന്താ കാര്യം? അവർ കോടതിയിൽ നിന്ന് സുഖകരമായിട്ട് ഇറങ്ങിപ്പോവുകയും അത് പിന്നീട് SITക്കും ഗവൺമെന്റിനും ആക്ഷേപമായിട്ട് മാറുകയും ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ കോടതിക്ക് തന്നെ, ഇതിപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിലാണല്ലോ അറസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായും നിയന്ത്രണത്തിലാണല്ലോ ഈ SIT പ്രവർത്തിക്കുന്നത്, അല്ലാതെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലല്ലല്ലോ. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ചാൽ അത് ഗവൺമെന്റിന്റെ ഭാഗമാവുന്നത് എങ്ങനെയാണ്? അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ താമസിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോടതിക്ക് മുമ്പിലാണ്. കോടതിയിലാണ് ദൈനംദിന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. കോടതിയാണ് അവരെ നിർദ്ദേശിക്കുന്നത്, എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവർ പറയുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയാണ്. അപ്പോൾ ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനല്ല. ഇനി ലാഗ് ചെയ്തു എന്നുള്ളത് സത്യമല്ല. കാരണം SIT വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നല്ല വിശ്വാസമുള്ള ടീമിനെ മാത്രമേ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ. അവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഗവൺമെൻറ്റിനോടും അല്ല, അവർക്ക് കമ്മിറ്റ്മെൻറ്റ് കോടതിയോടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അന്വേഷണം സാധാരണ കേരളത്തിൽ നടന്നു വന്നിട്ടുള്ള മറ്റെല്ലാ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കോടതി നേരിട്ട്, കാരണം ശബരിമലയെ ബന്ധപ്പെട്ട് ഹൈക്കോടതിക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം. ശരി, അത് ആവർത്തിച്ച് CPM പറയുന്ന ഒരു വാദമാണ്. ഞങ്ങൾക്കൊന്നും ഒരു ടെലിഫോൺ കോൾ പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ അന്വേഷണ ഏജൻസി വേറൊരു തലത്തിൽ നിൽക്കുകയാണ്, അവരെ ഒരു തരത്തിലും ബന്ധപ്പെടില്ല സർക്കാർ എന്നൊക്കെ. അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ എന്നുള്ള സംശയം അവിടെ നിൽക്കുകയാണ്. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. അനൂപ്, VR അനൂപ്, ഇപ്പോൾ ഈ അന്വേഷണം സ്മൃതി വെള്ളം തൊടാതെ വിഴുങ്ങേണ്ട വസ്തുത അതാണ്. ശരി, വസ്തുത അതായത് അങ്ങിപ്പോൾ പറയുന്ന അറസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അറസ്റ്റ് പറ്റില്ല, കോടതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോടതി വിമർശിക്കണം, അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ശ്രീ VR അനൂപ്, ഇപ്പോൾ അതല്ല, ആ ബെഞ്ചല്ലല്ലോ ഈ ബെഞ്ചാണല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ബെഞ്ചാണല്ലോ, വിമർശനമാണല്ലോ. അതല്ല, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ശ്രീമതി സ്മൃതി പറഞ്ഞതെന്താ, വാദിച്ചതെന്താ? ഇത് നിങ്ങൾക്കെന്താ കാര്യം? സംസ്ഥാന ഗവൺമെന്റ് എന്താ കാര്യം? നിങ്ങൾക്കൊരു കാര്യമില്ല, ഇത് കോടതി നേരിട്ട് നടത്തുന്നതാണെന്ന് പറഞ്ഞു. ഇനി അറസ്റ്റ് വൈകിയാൽ പിന്നെ ഞങ്ങൾക്കാണ് ഉത്തരവാദിത്വം. ഇത് രണ്ടും കൂടെ കോടതി പറഞ്ഞ നിങ്ങൾ എടുക്കുന്ന ഇരട്ടത്താപ്പാണ് വിഴുങ്ങാതിരിക്കുന്നത്. ഞങ്ങൾ ഇരട്ടത്താപ്പൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന കാര്യങ്ങൾ കേരളത്തിലെ ആളുകൾക്ക് ദഹിക്കാതിരിക്കുന്നത് നിങ്ങൾ പറയുന്ന ഇരട്ടത്താപ്പാണ്. ദഹനക്കേടിന്റെ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. ദഹനക്കേടിന്റെ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. ഞാൻ വരാം. ശ്രീ VR അനൂപ്, പത്മകുമാറിനെ തെരഞ്ഞെടുപ്പ് ഫലം പല രീതിയും, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് BJPയുടെ മെച്ചം കൊണ്ടുണ്ടായതാണോ? ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഗുണദോഷം മാത്രമായിട്ട് വിലയിരുത്താൻ പറ്റില്ല. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ VR അനൂപ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു. അതായത് വമ്പൻ സ്രാവുകൾ എന്ന് കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ച വമ്പൻ സ്രാവുകളിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം വമ്പൻ സ്രാവുകളിൽ അവിടെ നിൽക്കുമോ? ഇതോടുകൂടി മുഴുവൻ റിപ്പോർട്ടും തയ്യാറാക്കി വേഗം കോടതിയിൽ സമർപ്പിച്ച് SIT പണി നിർത്തുമോ? അതോ ഈ പറയുന്ന പോലെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന പേരുകളിലേക്ക് കൂടി പോകാനുള്ള സാധ്യത? ആ പേരുകളിലേക്ക് പോകുന്നതിന് എന്താണ് തടസ്സമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം പത്മകുമാറാണ് അത് പറഞ്ഞത്. ബോർഡ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല, കൂട്ടായ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ചിലരെ ഒഴിവാക്കുന്നു, ചിലരെ അറസ്റ്റ് ചെയ്യുന്നത് എന്നതിൽ എന്താണ് നീതി എന്ന് ന്യായമെന്ന് ചോദിച്ചത് പത്മകുമാറാണ്. ഇതിലെന്താണ് കോൺഗ്രസ് കാണുന്നത്? കാര്യങ്ങളെല്ലാവർക്കും വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളുടെ ഈ ചർച്ചയുടെ ടോപ്പിക് തന്നെ ഇനി ആരൊക്കെ എന്നുള്ളതാണ്. ഇനി ആരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും കുറെ ആളുകളുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ മാത്രം ടോപ്പിക്കല്ലല്ലോ, കേരളത്തിലെ ജനങ്ങളുടെ കൺവിക്ഷനാണ്, ബോധ്യമാണ്. ഇവിടെ തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ ശരിയായി വരുന്നത്? സാധാരണമായി സംഭവിക്കുന്ന കാര്യങ്ങളാണോ ഇത്? സാധാരണയായി ജാമ്യം എന്ന് പറയുന്നത് സാമാന്യ നീതിയാണ്. ഏതൊരു കേസിലും ജാമ്യം നൽകുക എന്നുള്ളതാണ് സാമാന്യമായ നീതി. എന്തുകൊണ്ടാണ് തുടർച്ചയായി കേസിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്നത്? ഇവിടെ ജാമ്യം നിഷേധിക്കപ്പെടാൻ ഒരു കാരണമുണ്ടെന്നേ. ആ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ കുറ്റാരോപിതരായിരിക്കുന്ന ആളുകൾ പ്രബലരാണ്. അവർക്ക് പ്രബലമായൊരു സംവിധാനത്തിന്റെ പിന്തുണയുണ്ട്. തെളിവുകൾ നശിപ്പിക്കാൻ, അന്വേഷണം തടസ്സപ്പെടുത്താൻ അത് പര്യാപ്തമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കം തൊട്ടേ പറഞ്ഞതാ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യക്തി വിചാരിച്ചതൊന്നും നടക്കില്ല. അതിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ മാത്രമല്ല, ഭരണ സംവിധാനത്തിന്റെ പിന്തുണയുണ്ട്. അവിടേക്ക് എത്തിയില്ലേ? ഈ പറയുന്ന പത്മകുമാർ എന്ന് പറയുന്നത് ആരാ?
ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങളുടെ സർക്കാർ, പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാർ, LDF സർക്കാർ ഇതാ പിടിച്ചിരിക്കുന്നു എന്നാ. പത്മകുമാർ ആരാ? പത്മകുമാർ എന്ന് പറയുന്നത് പാർട്ടിയാണല്ലേ. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായി പ്രവർത്തിച്ചിരുന്ന ആളാണെന്നേ. അപ്പൊ കാര്യങ്ങൾ വളരെ കൃത്യമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ CPM-ന്റെ പ്രതിനിധി എന്താ പറയുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചാനൽ ചർച്ചകൾ കാണുന്ന ആളുകൾക്കറിയാം CPM-ന്റെ പ്രതിനിധികൾക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട പോലെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു CPM-ൽ സ്ഥിരമായി ചർച്ചയ്ക്ക് പോകുന്ന ഒരാൾ പറഞ്ഞതെന്താ? അദ്ദേഹം പറഞ്ഞത് ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ശിവകുമാറിന്റെ സഹോദരനാണ്, രാജ്കുമാർ അദ്ദേഹത്തിന്റെ അച്ഛനാണെന്ന് പറഞ്ഞില്ല. ഇവരുടെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ, സാമാന്യ വ്യക്തികൾ പോലും പറയാത്ത കാര്യങ്ങൾ ഈ ചർച്ചയ്ക്ക് CPM-ന്റെ പ്രതിനിധികളായി വരുന്ന ആളുകൾ ആധികാരികമായി ആത്മവിശ്വാസത്തോടെ പച്ചക്കള്ളം പറയുന്നത് കേരളം കേട്ടുകൊണ്ടിരിക്കുക. ഇവിടെ വസ്തുത എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇവർ ആർക്കൊക്കെയാണ് ആരെയൊക്കെ സംരക്ഷിക്കാനുള്ളത് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. വമ്പൻ സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്ന് പറയുമ്പോൾ കടലിലെ സ്രാവുകളല്ലല്ലോ, കരയിലെ സ്രാവുകളല്ലേ. ആരാണ് ആ വമ്പൻ സ്രാവുകളെന്ന് കേരളം കാത്തിരിക്കുകയാണ്. ഇവിടെ തുടക്കം മുതലേ ഞങ്ങൾ പ്രകടിപ്പിച്ച ആശങ്ക, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ അത് ശരിയാണ് എന്ന് നാൾക്ക് നാൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. വെറുതെ മുട്ടാപ്പോക്ക് ന്യായം പറയാണ് CPM-ന്റെ പ്രതിനിധി. ആ ബെഞ്ചല്ലല്ലോ ഈ ബെഞ്ച്. അന്ന് ഞങ്ങൾ പിടിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് കോടതിയുടെ മേൽനോട്ടല്ലേ. കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ടാണ് അന്നത് സാധ്യമായത്. കോടതി ഇടപെടും എന്ന ഭയം ഉള്ളത് കൊണ്ടാണ് ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിന് അന്ന് അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോഴും കോടതി ഇടപെട്ടിരിക്കുകയാണെന്നേ. കോടതി ഇടപെടും, കോടതി ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. കോടതി ഇടപെടും എന്നുള്ള ചോദ്യം ഇതാണ്, ഈ SITക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനായിട്ടില്ല. ഈ പറഞ്ഞ കാലയളവ്, കോടതി പറഞ്ഞ കാലയളവിൽ സർക്കാരിന്റെ സമ്മർദ്ദത്താൽ അന്വേഷണത്തിൽ ഒരു ഗ്യാപ്പ് ഇടുകയായിരുന്നു, ആ സമയം ഒരു ബ്രേക്ക് എടുക്കുകയായിരുന്നു എന്നാണോ കരുതുന്നത്? അല്ല, SITയെ സംബന്ധിച്ച് SITയെ പൂർണ്ണമായി നിഷേധിക്കുന്ന സമീപനം ഞങ്ങൾക്കില്ല എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞില്ലേ. ഇവിടെ SIT എന്ന് പറയുന്ന സംവിധാനം കോടതിയുടെ മേൽനോട്ടത്തിലാണ്. കോടതിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ആ മേൽനോട്ട സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അപ്പോഴും സംഭവിക്കുന്നെന്താ? ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ആരാ? ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. ആഭ്യന്തര വകുപ്പിന്റെ മേൽനോട്ടം അവിടെയുണ്ട്. അപ്പോ ഈ കോടതിയുടെ മേൽനോട്ടത്തെ മറികടന്ന് ആഭ്യന്തര വകുപ്പിന്റെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ കോടതി ഇടപെടുന്നേ. ആ ഇടപെടലാണ് ഇന്ന് കണ്ടത്. ഇവിടെ കോടതിയുടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്. പക്ഷെ ആ ഇടപെടലിനെ കൂടി മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സംഭവിക്കാം. ആ സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ കോടതി ഇടപെടും. ആ ഇടപെടലാണ് കണ്ടത്. പക്ഷെ ഇവിടെ CPM-ന്റെ പ്രതിനിധി എന്താ പറയുന്നത്? നിങ്ങൾ അന്ന് പറഞ്ഞു കോടതി ഉള്ളത് കൊണ്ടാണ് സാധ്യമായത്. ഞങ്ങൾ അന്ന് പറഞ്ഞത് സത്യമാണ്, കോടതി ഉള്ളത് കൊണ്ടാണ് അറസ്റ്റ് നടന്നത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് സത്യമാണ്, കോടതി ഉള്ളത് കൊണ്ടാണ്, കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്തരം ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് കോടതി ഈ അന്വേഷണം വഴിതെറ്റാതെ ഈ ഘട്ടത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയുന്നത്. കോടതിയുടെ ഇടപെടലേ ഇല്ലാത്ത ഒരു സംവിധാനമായിരുന്നെങ്കിൽ ഈ കേസ് എന്നേ തേച്ചുമാച്ചു പോയേനെ. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച്, ഭരണ നേതൃത്വത്തെ സംബന്ധിച്ച് ഭയക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ വ്യക്തമാണ്. എന്നിട്ട് CPM എന്താ ചെയ്യുന്നത്? CPM ഇവിടെ സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഇതിന്റെ ഭാഗമായി പാട്ടെഴുതിയ ആളുകളൊക്കെ വേട്ടയാടുകയാണ്. എന്താണ് കൃത്യമായ വിഷയം? കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന കോർ ഇഷ്യൂ ഇവിടെയുണ്ട്. ഇവിടെ ശബരിമല പോലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിൽ പകൽക്കൊള്ള നടന്നിരിക്കുകയാണെന്നേ. സർക്കാർ സംവിധാനം പരാജയപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം നീളുകയാണ്. എല്ലാവരും സംശയത്തിന്റെ മുനയിലാണ്. എന്നിട്ട് സർക്കാരിന് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ലാത്തതുപോലെ സർക്കാർ അവിടെ മിണ്ടാതിരിക്കുകയും വളരെ ഇതിനെ ഈ വിഷയം ഉന്നയിക്കുന്ന ആളുകളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുക. കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ വർഗീയവൽക്കരണ പരിശ്രമമല്ല ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. മുസ്ലിങ്ങളായ കുറച്ചു പേർ ഇതിനെതിരെ ശബ്ദിച്ചു, ഇതിന്റെ പേരിൽ പാട്ടെഴുതി എന്നൊക്കെ പറഞ്ഞ് ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുക. യഥാർത്ഥത്തിൽ ഈ വിഷയം എന്താ? ശബരിമല എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ജാതിമത ഭേദമന്യേ കേരളത്തിന്റെ പൗരസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇത്ര വലിയ ദേവാലയത്തിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഒരു കേരളീയ പൊതുസമൂഹത്തിന്റെ ആശങ്കയായി മാറുമ്പോ കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ പൗരസമൂഹത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് വിഷയത്തെ വ്യതിചലിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുക. അതിന് ഈ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില എന്താ? ഇവിടെ ഞങ്ങൾ തുടക്കം മുതൽ, ഇവിടെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാം ദിവസം മുതൽ ഞങ്ങളടുത്ത് നിലപാട് ശരിയായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ എന്താ പറഞ്ഞത്?
ഇത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഇതിന് പിന്നിൽ സംഘടിതമായ പരിശ്രമമുണ്ട്, ആസൂത്രിതമായ പിൻബലമുണ്ട്. അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല, ഭരണ നേതൃത്വത്തിന്റെ പിൻബലത്തിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് അവസാനം പാർട്ടിയിലേക്ക് പത്മകുമാറിലേക്ക് എത്തിയില്ലേ? ഞങ്ങൾ ഇപ്പോൾ പറയുന്നു ഇത് പത്മകുമാറിൽ അവസാനിക്കില്ല. കോടതിയും അത് തന്നെ പറയുന്നു. ഇനിയും വമ്പൻ സ്രാവുകളുണ്ട്. ഈ സ്രാവുകളിലേക്ക് എത്താൻ ഉള്ള ഇതാണ് നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് സ്രാവുകൾ? ശരി, അപ്പോൾ 2 സ്രാവുകൾ എന്തായാലും പിടിയിലായിട്ടുണ്ട്. ആ സ്രാവുകളിൽ നിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. ശ്രീ RV ബാബു, ഇതിൽ ചിലരെങ്കിലും സർക്കാരിനെ വിമർശിക്കുന്നു, ബോർഡിനെ വിമർശിക്കുന്നു. പക്ഷേ ഇപ്പോൾ SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണമായ അവിശ്വാസം രേഖപ്പെടുത്തുന്നുമില്ല. കാരണം കോടതി നിയോഗിച്ച SIT ആണ്. കോടതിയുടെ നിരീക്ഷണമുണ്ട്, കോടതിയുടെ കണ്ണുണ്ട്. അപ്പോൾ SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് 2 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ പറയുന്ന രാജ്യാന്തര ബന്ധങ്ങളിലേക്ക് കണ്ണികളിലേക്ക് സംശയിക്കാവുന്ന 2 പേരുടെ അറസ്റ്റ്. ആ അറസ്റ്റിനപ്പുറത്തേക്ക് നീങ്ങാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? ഇനിയും ബോർഡംഗങ്ങൾ ബാക്കിയുണ്ടല്ലോ എന്ന് കോടതി പറയുമ്പോൾ അതിലേക്ക് കൂടി പോകാനുള്ള സാഹചര്യമുണ്ടോ? ഇപ്പോൾ ഈ നേരത്തെ ഞാൻ ചോദിച്ച കാര്യമാണ്, ഈ ഭണ്ഡാരിയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യമാണെന്നേ. ഇയാൾ മൊഴി മാറ്റുകയാണ്, കള്ളം പറഞ്ഞു എന്നുള്ള കാര്യം വളരെ തുടക്കത്തിൽ, അതായത് പോറ്റി അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അറിഞ്ഞ വിവരങ്ങളാണ്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ അയാൾക്ക് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും, എന്തൊക്കെ തെളിവുകൾ അയാൾക്ക് മറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും? സ്മൃതി, ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയ SIT അന്വേഷിക്കാൻ തുടങ്ങിയ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നടന്നത്. ആ സമയത്ത് തന്നെ ഇത്രയും വൈകിയത് തെളിവുകൾ നശിപ്പിക്കാൻ ഇടയാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് കഴിഞ്ഞ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്കും ബൈജുവിന്റെ അറസ്റ്റിലേക്കും പിന്നെ അതുപോലുള്ള ആളുകളുടെ അറസ്റ്റിലേക്കും ഏറ്റവും ഒടുവിലാണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് എത്തിയത്. ഇവരൊക്കെ ആദ്യം ഈ പത്മകുമാറും വാസുവും ഒക്കെ എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് പോറ്റിയെ അറിയില്ല, ഞങ്ങൾ പോറ്റിയെ കണ്ടിട്ടില്ല, ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന തീരുമാനമാണ്, തിരുവാഭരണ കമ്മീഷണറാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്നായിരുന്നില്ലേ ഇവരെല്ലാം പറഞ്ഞത്? CPMന്റെ നേതാക്കന്മാരെന്താ പറഞ്ഞത്? CPMന്റെ നേതാക്കന്മാര് ഈ സ്വർണ്ണക്കൊള്ള നടന്നിട്ടില്ല എന്ന തരത്തിൽ മാത്രമല്ല, നമ്മളൊക്കെ പരിഹാസത്തോടെ അന്ന് ഉയർത്തി കാണിച്ചിരുന്നു. എന്താണ് 7 ഗ്രാമോ അത്രയും ഗ്രാം സ്വർണം അധികമാണ് എന്ന് കൈരളി TV ചർച്ച നടത്തി. ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ. അന്വേഷണത്തിലൂടെ നമുക്ക് പുറത്തു വന്ന കാര്യങ്ങള് തിരിച്ചു വന്നപ്പോ സ്വർണം കൂടിയെന്ന് ചർച്ച നടത്തിയവരാണ് ഇവര്. പക്ഷേ SIT അന്വേഷണം നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണ സമിതിയെ നമുക്ക് കണ്ടമാനം അങ്ങ് സംശയത്തിന്റെ നിഴലിലാക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ട്. ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഈ ഉദ്യോഗസ്ഥന്മാര് കാര്യം എന്ത് പറഞ്ഞാലും ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ആഫ്റ്റർ ആൾ ഇവർ ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടത് പിണറായി വിജയന്റെ കീഴിലേക്ക് തന്നെയല്ലേ? സ്വാഭാവികമായിട്ടും അവർക്ക് സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള ആ സമ്മർദ്ദം അത് ഏതു സമയത്തും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തിട്ടുള്ള ഒരു അന്വേഷണമേ മുന്നോട്ട് പോകൂ. ഈ വലിയ മീനുകളിലേക്ക്, സ്രാവുകളിലേക്ക് ഇതെത്താനുള്ള സാധ്യതയെ സംബന്ധിച്ച് സംശയം അന്ന് നമ്മൾ പ്രകടിപ്പിച്ചു. പക്ഷേ നിവൃത്തികേട് കൊണ്ട് പത്മകുമാറിനെയും വാസുവിനെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പത്മകുമാറും വാസുവും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. പത്മകുമാർ പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താ? താൻ ദൈവത്തെ പോലെ കരുതിയ ചില ആളുകൾ, അവരെ സംബന്ധിച്ചാണ് പത്മകുമാർ സൂചന നൽകിയത്. ആ ദൈവത്തെ പോലുള്ള ആളുകൾ ഇപ്പോഴും പുറത്തല്ലേ? അവരാരൊക്കെയാണ്? ആ ദൈവത്തെ പോലെ പത്മകുമാർ കണ്ട ആളുകൾ ആരാണ്? അതിനെ സംബന്ധിച്ച് SITക്ക് വല്ലതും പറയാനുണ്ടോ? SIT അവരെ കുറിച്ച് കണ്ടെത്തിയിട്ടുണ്ടോ? ആ ദൈവത്തെ പോലെ അദ്ദേഹം കണ്ടത് ആരെയാണ്? നമുക്കറിഞ്ഞുകൂടാ അദ്ദേഹം ദൈവത്തെ പോലെ കണ്ട ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത്. അദ്ദേഹം ദൈവത്തെ പോലെ കാണുന്ന ആ വാചകം, നമ്മളൊക്കെ ദൈവത്തെ പോലെ കാണുന്ന ആളുകൾ എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ ദൈവത്തെ പോലെ കാണുന്ന ആളുകൾ, അത് പാർട്ടിയുമായി ബന്ധപ്പെട്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടായിരിക്കണം അദ്ദേഹം പെടുമല്ലോ. ശബരിമലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതിന്റെ ഈ അന്വേഷണത്തില് ഒരാളും ഒഴിവാക്കപ്പെടേണ്ടവരല്ല. അങ്ങനെ ഒരു അഭിപ്രായവും ഹിന്ദു സംഘടനകൾക്ക് ഇല്ലല്ലോ. ആരാണോ കുറ്റം ചെയ്തത് അവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ വരണം. അതിനകത്ത് യാതൊരു സംശയവും അന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നും ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ ഇവിടെ ഗോപൻ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, SIT പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്, പൂർണ്ണമായും സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ്. സർക്കാരിന് യാതൊരു പങ്കുമില്ല. ഹൈക്കോടതിയുടെ ആ അന്വേഷണ സമിതിയിൽ പൂർണ്ണമായ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അതേ SIT അറസ്റ്റ് ചെയ്ത പത്മകുമാർ CPMന്റെ സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും തുടരുകയല്ലേ? എന്ത് മറുപടിയാണ് ആ കാര്യത്തിൽ CPMന് പറയാനുള്ളത്? എന്താണ് ഗോപൻ ആ കാര്യത്തിൽ പറയാനുള്ളത്? പാർട്ടി എന്ത് നടപടി എടുത്തു പത്മകുമാറിനെതിരെ?
കാരണം SIT-യിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് ആണ് CPM നിലനിൽക്കുമ്പോൾ ആ SIT കുറ്റക്കാരനാണെന്ന് കണ്ട് അറസ്റ്റ് ചെയ്ത ആളാണ് പത്മകുമാറും വാസുവും. CPM-ന് ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ? ആ CPM എന്ത് നിലപാടെടുത്തു പത്മകുമാറിനെതിരെ? പത്മകുമാറിനെ ഇപ്പോഴും സംരക്ഷിക്കാവുന്ന നിലപാടല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്? പാർട്ടി തലത്തിലെങ്കിലും സംരക്ഷിക്കുന്ന നിലപാടല്ലേ എടുത്തിരിക്കുന്നത്? മറ്റു തലത്തിൽ ഇപ്പൊ നിവൃത്തിയില്ല. കാരണം മാധ്യമങ്ങളും പൊതുസമൂഹവും വളരെ സൂക്ഷ്മമായി ഈ കേസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ CPM-നോ സർക്കാരിനോ ഒരു കള്ളക്കളിയും പറ്റില്ല. പക്ഷേ പാർട്ടിക്ക് അങ്ങനെ എന്ത് നിലപാടെടുക്കാൻ പറ്റി? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള കേസന്വേഷണത്തിന് ദിശ നൽകുന്ന തരത്തിലുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി ആന്റി-ക്യൂ വിഷയവുമായി ബന്ധപ്പെട്ട്. അത്തരം സ്മഗ്ലേഴ്സുമായിട്ട് ഈ പോറ്റി അടക്കമുള്ള ആളുകൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ അത്തരത്തിൽ വിദേശത്തേക്ക് കടത്തുന്ന തരത്തിലേക്ക് ഉണ്ടായോ എന്ന് സംശയമുണ്ടായി. ആ തരത്തിലേക്കുള്ള അന്വേഷണം പോകണമെന്ന് സർക്കാരിന് വല്ല താല്പര്യമുണ്ടോ? സർക്കാരിന് വേണമെങ്കിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാമല്ലോ. ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലെ ഒരു അന്വേഷണ സമിതി നിലനിൽക്കുമ്പോൾ തന്നെ സർക്കാരിന് വേണമെങ്കിൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കാം. കേരള സർക്കാരിന് അതിനുള്ള അധികാരമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത്? അന്വേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസം എന്ന് പറയുമ്പോൾ ആ അന്വേഷണ സംഘത്തിന്റെ അദൃശ്യ ചരടുകളായിട്ട് പ്രവർത്തിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൂടിയുണ്ട് അവിടെ. ഇവിടെ CPM-ന്റെ ആത്മവിശ്വാസം എന്താണെന്ന് അറിയാമോ സ്മൃതി? CPM-ന്റെ ആത്മവിശ്വാസം ഇത് ചെമ്പാണ് എന്ന തെളിയിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയല്ലേ? ചെമ്പാണെന്ന് തെളിയിക്കാൻ പറ്റില്ലല്ലോ. രേഖകൾ കോടതിക്ക് മുന്നിലുണ്ട്. 98-ൽ സ്വർണം പൂശിയതിന്റെ രേഖകൾ ഇതിനകം തന്നെ കോടതിക്ക് മുന്നിലുണ്ട്. ഒന്നാമത്തെ കാര്യം, കോടതിക്ക് മുന്നിൽ സീൽ വെച്ച കവറിൽ എത്തിയിരിക്കുന്ന രേഖകളിൽ കുറച്ച് കാര്യങ്ങൾ കോടതി തന്നെ പുറത്തേക്ക് വിടുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. ആ വിവരങ്ങളിൽ അതുണ്ട്. അല്ല സ്മൃതി, ആര് കൊടുത്ത രേഖയാണത്? SIT അല്ലേ? ദേവസ്വം ബോർഡിന്റെ രേഖയിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ മഹസറിലുണ്ടോ? ദേവസ്വം ബോർഡിന്റെ മഹസറിൽ ചെമ്പാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ UB ഗ്രൂപ്പ് സ്വർണം പൂശിയത് എത്ര ഗ്രാം, എത്ര കിലോ സ്വർണം പൂശിയിട്ടുണ്ട്, ഇതിനെ സംബന്ധിച്ച് വല്ല രേഖയും ദേവസ്വം ബോർഡിലുണ്ടോ? ആ ആത്മവിശ്വാസമാണ് ഈ സ്വർണ്ണക്കൊള്ളക്കാർക്ക് ബലമായിട്ട് നിൽക്കുന്നത്. അതിലപ്പുറം എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല? ശ്രീ RV ബാബു, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തതിന് പിന്നിൽ എന്തോ കാര്യമുണ്ട്. ആ കാര്യം ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ നിൽക്കുന്നു. എന്തോ ഒരു രഹസ്യം പത്മകുമാറിന് അറിയാമോ എന്ന് വേണമെങ്കിൽ സംശയിക്കാമല്ലോ. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ സംശയമുണ്ട്. അതെ, ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോഴത്തെ അന്വേഷണം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിന് അതിൻ്റെതായ വേഗം, ആ വേഗത്തെ സംശയിക്കേണ്ടതില്ല എന്നതാണോ അങ്ങയുടെ അഭിപ്രായം? കാരണം ഹൈക്കോടതിയിൽ ഒരു ബെഞ്ചുണ്ട്, ദേവസ്വം ബെഞ്ചുണ്ട്. ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ശ്രീ RV ബാബുവിന് സംശയമില്ലെങ്കിൽ സ്മൃതി പറഞ്ഞു തരും സംശയം. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത്, ഞാൻ ചോദ്യമൊക്കെ ചോദിക്കും. എനിക്ക് തോന്നിയ സംശയങ്ങളാണ് ചോദ്യമായിട്ട് വരിക കേട്ടോ. ചോദ്യമല്ലല്ലോ അത്, ചോദ്യമൊന്നും അല്ല സ്മൃതി, ചോദ്യമല്ലല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പിടിച്ചോന്നാ പറയുന്നത്, ഇത് ചോദ്യമൊന്നല്ല പറയുന്നത്. ആയിക്കോട്ടെ, ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ അങ്ങേക്ക് അങ്ങയുടെ കൂട്ടത്തിൽ പറയാം. സമയം കളയണ്ട, ഞാൻ അങ്ങയുടെ കൂട്ടത്തിൽ അങ്ങേക്ക് സമയം തരാന്നേ. പ്രശാന്ത് പത്മനാഭനിലേക്ക് പോട്ടെ. ജനാധിപത്യ രീതിയിൽ ചർച്ച നടത്തൂ, എല്ലാവർക്കും അവസരം കൊടുക്കൂ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ ഈ ഒരു ജനാധിപത്യവും ഇല്ല. നിങ്ങൾ നിഷ്പക്ഷയായ ആങ്കർ അല്ല. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്റെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോട്ടെ പ്ലീസ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എഴുതി തരാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, ഞാൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്കാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അന്വേഷണം വേഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ദേവസ്വം ബെഞ്ചിന് മുന്നിലാണ് യഥാർത്ഥത്തിൽ SIT കൊടുത്ത തെളിവുകളുള്ളത്. ഇത് ജാമ്യം പരിശോധിച്ച കോടതി ജാമ്യം കൊടുക്കാതെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞ ഉത്തരവിൽ പറഞ്ഞ പരാമർശങ്ങളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണേണ്ടത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? ഹൈക്കോടതിയുടെ 2 ബെഞ്ചാണ്, രണ്ടും രണ്ടാണ്, രണ്ടിനെയും ഒന്നിച്ച് കാണേണ്ടതില്ല എന്ന രീതിയിൽ പറയുന്ന സർക്കാർ വാദത്തെ എങ്ങനെ ശരിവെക്കാനാകും? ഇത് ശ്രീ ഗോവന്റെ അടുത്ത് ചോദിക്കേണ്ട, അദ്ദേഹത്തിന് ഹൈക്കോടതി ബെഞ്ചസ് നിഷ്പക്ഷമാണെന്ന അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആങ്കർ നിഷ്പക്ഷമാണോ അല്ലയോ എന്നുള്ള സംശയം വരുന്നില്ലല്ലോ. ഇത് ആങ്കർ അല്ലല്ലോ സംശയിച്ചത്. നിയമത്തിന്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന 2 ബെഞ്ചുകൾ, അദ്ദേഹം എന്തോ വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. ഇത് ബെയില് പരിശോധിച്ച ബെഞ്ചാണ് ഇത് പറഞ്ഞത്. അതില് നേരെ തിരിച്ചല്ലേ കണക്കാക്കേണ്ടത്? ദേവസ്വം ബെഞ്ചിന് ആദ്യമേ വിശ്വാസമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസക്കുറവുണ്ടായത് കൊണ്ടല്ലേ ഒരു SIT രൂപീകരിച്ചത് തന്നെ. ആ SIT ഗവൺമെന്റിനല്ല, ഗവൺമെന്റ് പറയുന്നത് കേട്ടല്ല, കോടതിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിരിക്കെ വേറൊരു ബെഞ്ചിൽ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുമ്പോൾ ആ ബെഞ്ചും പറയുകയാണ് ഇതിന്റെ മുന്നോട്ടുള്ള പുരോഗതിയിൽ
വേഗം പോരാ, അതിലെ വിശ്വാസ്യത പോരാ, അതിലെ സംശയങ്ങൾ തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ ഈ അദ്ദേഹം എങ്ങനെയാണ് അതിനകത്ത് ഈ എന്തോ സിനിമയിലെ ക്ലൈമാക്സ് പോലെ ആവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്. ഒന്ന്, ED അന്വേഷണം ഏറ്റെടുക്കട്ടെ എന്ന് വിജിലൻസ് കോടതി നിർദ്ദേശം കൊടുത്തു. അത് ഹൈക്കോടതിയിൽ പോയിട്ട് വന്നതിന് ശേഷം അവിടെ വന്നു. ഈ ED അന്വേഷണം സാധാരണഗതിയിൽ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയും. അത് നേരത്തെ ഒരു ഒഫൻസ് നടന്നിരിക്കണം, ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ്. ആ ഒഫൻസ് നടന്നിരിക്കുന്നു. ആ ഒഫൻസിൽ നിന്ന് കിട്ടിയ പണം വന്നിരിക്കുന്നു. അതിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിലൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. ഇപ്പോൾ 467 ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത് IPC-യിൽ. അതിനുശേഷം ഇപ്പോൾ ആ പണം അത് ശരിയായ രീതിയിൽ കിട്ടിയ പണമാണെന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ അത് ലോണ്ടർ ചെയ്യാൻ തുടങ്ങുവാണ്. ആ പണം മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോഴാണ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ മണി ട്രെയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. പണം അവിടെ വിനിയോഗിച്ചിരിക്കുന്നു. കള്ളപ്പണം നേരായ മാർഗത്തിലൂടെ അല്ലാതെ ഒരു ക്രിമിനൽ ഒഫൻസ്, ആ ക്രിമിനൽ ഒഫൻസ് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ കീഴിലുള്ള ഷെഡ്യൂളിൽ പട്ടികയിൽ കൊടുത്തിരിക്കുന്ന ഒഫൻസുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഒഫൻസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതിൽ FIR ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് മണി ട്രെയിലും കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ED-യുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. അങ്ങനെ ED-യുടെ അന്വേഷണ പരിധിയിലേക്ക് വരും എന്ന് വിജിലൻസ് കോടതി കണ്ടെത്തി ED അന്വേഷണത്തിനും പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് ഇദ്ദേഹം സന്തോഷിക്കുന്ന രീതിയിൽ ഈ കേസ് ഒന്നും പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല, അറസ്റ്റ് ഒന്നും ആവശ്യമില്ല, അറസ്റ്റ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഒഫൻസ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയിരിക്കുന്നത്. ഹൈക്കോടതി 2 ബെഞ്ചുകളും അത് തന്നെ പറഞ്ഞു. വിജിലൻസ് കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ഡിഫെൻസീവ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് നമ്മളെ ഈ പറയുന്ന നിഷ്പക്ഷതയൊക്കെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. കുറ്റം ചെയ്തവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അന്വേഷണം ശരിയായ ദിശയിലേക്ക് നടത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതിൽ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ അല്ലെങ്കിൽ ഹൈക്കോടതിക്കുള്ള ആകാംക്ഷ ഞങ്ങൾ ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. ഈ അന്വേഷണം എങ്ങും എത്തിച്ചേരുന്നില്ല, ഇത് പരാജയമാകാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എവിടെയാണ് നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നത്? ആരാ പറഞ്ഞു സാറേ? അല്ല സാറേ, അങ്ങനെ ആരാ പറഞ്ഞേ? സാറ് ഞാൻ പറയാത്തതല്ല എൻ്റെ പേരിൽ കൊണ്ടുവെക്കുന്നത് എന്തിനാ? അങ്ങനെ ഞാൻ പറഞ്ഞോ? താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞോ സാർ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല? അല്ല സാർ, ഞാൻ പറഞ്ഞോ പ്രൂവ് ചെയ്യാൻ പോകുന്നില്ലെന്ന്? അങ്ങ് എന്താണ് പറയുന്നത്? ഏതോ ഒരു സിനിമയിലെ ക്ലൈമാക്സ് പോലെ ആകുമെന്ന് പറഞ്ഞത്, അതുപോലെ ആങ്കർ നിഷ്പക്ഷയല്ല എന്നൊക്കെ പറഞ്ഞത് ഹൈക്കോടതി ബെഞ്ചിൽ അങ്ങ് കേട്ടോണ്ടിരിക്കണം. അല്ല, അങ്ങ് കേട്ടോണ്ടിരിക്കണം. അപ്പൊ മനസ്സിലാവും എന്താന്നുള്ളത്. ഞാൻ പറയാത്തൊരു കാര്യം എന്റെ പേരിൽ വെക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്, ഇല്ലെങ്കിൽ ഞാൻ ഇടപെടില്ല. കോടതിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളിൽ താങ്കൾക്ക് നിഷ്പക്ഷതയിൽ ഞാൻ ചർച്ചയിൽ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു സ്ഥാപിച്ചാണ് അങ്ങ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചൂണ്ടിക്കാണിച്ചല്ലോ. വേറൊരു കേസിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെന്റിലെ അതെ ബെഞ്ചിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അർത്ഥാനം ഇത് പ്രൂവ് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാണോ? ഒരു ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ ശ്രീമതി സ്മൃതി ഇത് പ്രൂവ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. 2 ബെഞ്ച് ആകുമ്പോൾ ഒരു ബെഞ്ചിനെ വിലയുള്ളൂ എന്നതാണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ബെഞ്ച് പറയുന്നതിനെ വിലയുള്ളൂ എന്നതാണോ? ഈ ബെഞ്ച് പറഞ്ഞത് വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. സംശയമുണ്ട് അന്വേഷണത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ സംശയമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു SIT, ആ SIT-യെ ലീഡ് ചെയ്യുന്ന കോടതിയല്ല അഭിപ്രായം പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. SIT-യെ ലീഡ് ചെയ്യുന്ന കോടതിയല്ല ഈ ബെയിലുമായി ശ്രീ ഗോപൻ അങ്ങയോട് ചോദിച്ചത്. പ്രശാന്ത് പത്മനാഭൻ, ഞാൻ ചോദിച്ചതാണ് ഈ 2 ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകൾ പറയുന്ന കാര്യങ്ങൾ അതിനെ ഏത് രൂപത്തിലാണ് കാണേണ്ടത്? അന്വേഷണം വേഗത്തിൽ പോകുന്നില്ല എന്ന് സിംഗിൾ ബെഞ്ച് പറയുമ്പോൾ അത് ദേവസ്വം ബെഞ്ചിന്റെ സംശയമല്ലല്ലോ എന്ന വാദത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ബെയിൽ കൺസിഡർ ചെയ്യുന്ന കോടതി സാധാരണഗതിയിൽ ഈ ഒബ്സർവേഷൻസ് എല്ലാം പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങളാണ്. ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് അങ്ങ് TV ശബ്ദം കുറച്ച് വെച്ചാൽ. ഹൈക്കോടതിയിലെ ഞാൻ ഓഫ് ചെയ്തു.
നേരത്തെ സൂം മീറ്റിംഗിലായിരുന്നു. ഇപ്പൊ ശരിയായിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ ഓക്കെയാണ്. നേരത്തെ ദേവസ്വം ബെഞ്ച് വിവിധ ഡയറക്ഷൻസ് കൊടുത്ത സാഹചര്യം തന്നെ കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസി ഗവൺമെന്റിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിന്ന് വിടുതൽ നേടി വളരെ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തുമെന്നും എത്ര ഉന്നതരായാലും അവരിലേക്ക് എത്തുമെന്നും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചത്. അതിനുശേഷം അത് കോടതി നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് സാധാരണഗതിയിൽ സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒക്കെ ഇങ്ങനെ ചെയ്യാറുള്ളത്. അവിടെ ചെയ്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യക്തമായത്, ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഹൈക്കോടതി നേരിട്ട് നിയന്ത്രണം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അന്വേഷണം ഈ ദിശയിലേക്ക് പോകില്ലായിരുന്നു, ഇത്ര തന്നെ എത്തില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ജാമ്യാപേക്ഷ വന്ന് വേറൊരു ബെഞ്ചിന്റെ മുമ്പിൽ വന്നപ്പോൾ ആ ബെഞ്ചും ഇതേ ഒബ്സർവേഷൻസ് ആണ് പറയുന്നത്. ഇ ഡിയുടെ ഇതുവരെ കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ, പുതുതായി വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടുള്ള നീക്കം സുഗമമായി നടക്കുന്നില്ല എന്നൊരു തോന്നൽ ആ കോടതി രേഖപ്പെടുത്തുകയാണ്. അതിലെ ആ വിധി ഫൈനലാണോ അല്ലെങ്കിൽ മറ്റേ ബെഞ്ചാണോ പരിഗണിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഒരു ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്ത് ഹൈക്കോടതിയിലെ വേറൊരു ബെഞ്ചും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് SIT അത്ര ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഹൈക്കോടതി ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. വേറെ, നമ്മൾ 2 ദിവസം മുമ്പ് വേറൊരു കാര്യവും കണ്ടു. കിഫ്ബി പോയി ഒരു സ്റ്റേ മേടിച്ചു. ഒരു സിംഗിൾ ബെഞ്ചിന്റെ, കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്ത് ഡിവിഷൻ ബെഞ്ച് ആ സ്റ്റേ നീക്കി. എന്തുകൊണ്ടാണ് നിങ്ങളൊരു മറുപടി പോലും കൊടുക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തുടരെ നിയമയുദ്ധത്തിൽ എന്തിനാണ് ഏർപ്പെടുന്നത്? ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ഈ നിയമ യുദ്ധത്തിൽ അതിനകത്ത് കുറ്റക്കാരായിട്ടുള്ളവരെ കോടതിക്ക് സഹായകരമായിട്ടുള്ള തെളിവുകൾ കൊടുക്കുകയും ആ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായിട്ട് സഹകരിക്കുകയും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയുമല്ലേ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്നൊരു സാധാരണ പൗരന് ഒരു സംശയം ഉണ്ടാകാം. രണ്ടാമത്, കോടതിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും പറയേണ്ടി വരുന്നത്? ആ ബെഞ്ചോ അല്ലെങ്കിൽ വേറൊരു ബെഞ്ചോ ആയിക്കൊള്ളട്ടെ, ബെഞ്ചിന് എന്തുകൊണ്ടാണ്, ഒരു ജുഡീഷ്യൽ അതോറിറ്റിക്ക്, ഹൈക്കോടതിക്ക് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അതിനകത്ത് അല്ലെങ്കിൽ SITക്ക് പൂർണ്ണമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് വീണ്ടും തോന്നുന്ന ഒരു സാഹചര്യം? അതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലേ എന്ന സംശയം വരാം. കാരണം പ്രത്യേകിച്ച് ആ പ്രതിസ്ഥാനത്ത് വന്നവരെല്ലാം നേരത്തെ വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവരായിരുന്നതുകൊണ്ടും ഇപ്പോഴും അവർക്ക് വലിയ തലങ്ങളിൽ സ്വാധീനം ഉള്ളതുകൊണ്ടും എവിടെയോ അന്വേഷണത്തിന്റെ പുരോഗതി തടസ്സപ്പെടുന്നില്ലേ എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. വിജിലൻസ് കോടതി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത് ഈ കേസ് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അതിലെ മണി ട്രെയിൽ കണ്ടെത്തിയിരിക്കുന്നു. പണം എവിടെയോ വെളുപ്പിക്കാനായിട്ട് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ആ പണം വന്ന വഴി നേരായ വഴിയല്ല, അത് ക്രിമിനൽ ഒഫൻസ് ആണ്. ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ക്രിമിനൽ കുറ്റത്തിൽ എവിടെയോ അതിലൂടെ വന്ന പണമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തോന്നിയത് കൊണ്ടാണ് വിജിലൻസ് കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കൂടി ഇത് അന്വേഷിക്കാൻ പറയുന്നത്. ആ അന്വേഷണം സമാന്തരമായിട്ട് നടക്കും. ഇത് കോടതി വിധികളുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അവിടെയും ഈ അന്വേഷണ ഏജൻസി ഇപ്പോഴത്തെ SIT അതിനെ എന്തിനാണ് ഒപ്പോസ് ചെയ്തതെന്നും കേരള പോലീസ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുക്കുന്ന ഒരു അതിനെ പോലും ചോദ്യം ചെയ്യുന്നത് നമുക്ക് വളരെ ന്യായമായിട്ടുണ്ടാകുന്ന സംശയങ്ങളാണ്. ഒരു നല്ല ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റ് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുക്കുകയും തെളിവുകൾ കൈമാറുകയല്ലേ വേണ്ടത്. അതിനെ ഒപ്പോസ് ചെയ്ത് വേണ്ട ഇവിടുത്തെ ഏജൻസികൾ മാത്രം മതി എന്ന് പറയുന്നതിലെ സാങ്കത്യം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ സാധാരണക്കാരോട് വിശദീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഉണ്ടായിരിക്കും. അദ്ദേഹം നേരത്തെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ബാക്കിയുള്ള മനസ്സിലാകുന്ന പോലെ പറഞ്ഞേ കൊള്ളാം. ശരി, ശ്രീ ഗോപൻ അങ്ങേക്ക് മറുപടി നൽകാം. അല്ല, ഈ നിയമത്തിന്റെ ഭാഷ വ്യാഖ്യാനിക്കാൻ വേണ്ടി എത്തിയ അഭിഭാഷകൻ ഇത്രയും പച്ചയായ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അടിമയായി പോയി സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്തിനാ സാർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി EDക്കെതിരായിട്ട് കോടതി പോയേ? നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ചാണെങ്കിൽ EDക്കെതിരെ കോടതി പോകാൻ പാടില്ല. EDയുടെ അന്വേഷണത്തെ സഹായിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അത് ലളിതമായ ഭാഷയിൽ പറയണം. ഇതിനേക്കാൾ ലളിതമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല സാർ. അങ്ങക്ക് കുറച്ചുകൂടെ ലളിതമായിട്ട് മനസ്സിലാക്കി തരാം ഞാൻ. ഡോക്ടർ തോമസ് ഐസക്കിനെ ED നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാൻ ശ്രമിച്ചു. തോമസ് ഐസക്ക് പോയില്ല. തോമസ് ഐസക്ക് ഹൈക്കോടതി ചെന്നു. ഹൈക്കോടതി EDയോടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തെ വിളിപ്പിക്കുന്ന എന്തിനാണെന്ന് ആദ്യം പറയാൻ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഡോക്ടർ തോമസ് ഐസക്ക് വരണമെന്ന് പറയുന്നത്? അക്കാര്യം പറയാൻ പറഞ്ഞു. ED പോയ സ്ഥലത്ത് പുല്ല് കളിച്ചിട്ടില്ല സാർ ഇതുവരെ. അതിനുശേഷമാണ് പിണറായി വിജയന്റെ കേസിൽ ED സ്റ്റേ കൊടുത്തത്. ED എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് പരിഹാസ്യ കഥാപാത്രമാണ് സാർ. 11 വയസ്സുള്ള ഒരു കുട്ടി +1 പഠിക്കുമ്പോൾ കൈക്കൂലി, അല്ല ഞാൻ പറയട്ടെ, അങ്ങനെ ശരിയാക്കണ്ട.
ഞാൻ ഈ ഒരു റൗണ്ട് കൂടെ ഉള്ളൂ ചർച്ച, അടുത്ത റൗണ്ട് ഞാൻ ചർച്ചയ്ക്കില്ല, എനിക്ക് പോകണം. അതുകൊണ്ട് സ്മൃതി സമ്മതിക്കുന്നെങ്കിൽ ചർച്ച ചെയ്യും, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ പോകും, അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ ശരിയാക്കണ്ട സ്മൃതി അവിടെ ഇരുന്നുകൊണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ സ്മൃതിക്ക് ഇടപെടണ്ട, ബാക്കിയുള്ളവർ പറയുമ്പോൾ മാത്രം അങ്ങനെ ഇടപെട്ടാൽ കൂടുതൽ ശരിയാക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, ഈ 11 വയസ്സുള്ള പിണറായി വിജയന്റെ മകന് പഠിക്കാൻ ആ പയ്യൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇ ഡി നോട്ടീസ് ഇറക്കി. സാറേ, ഇതിൽ കൂടുതൽ പരിഹാസം ഇ ഡിക്കുണ്ടോ? ഇനി ഈന്തപ്പഴത്തിലെ സ്വർണ്ണക്കുരു ഇ ഡി അന്വേഷിച്ചല്ലോ, എയർപോർട്ടിൽ വന്നിറങ്ങിയ സ്വർണം ഇ ഡി അന്വേഷിച്ചല്ലോ, എവിടെ എത്തിയെന്ന് പറ സാറേ. ആ സ്വർണം എന്തിയെന്ന് പറ. ആ സ്വർണം എവിടേക്ക് പോയി എന്നുള്ള കൃത്യമായ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഇ ഡി അവസാനിപ്പിച്ചു. ഇപ്പൊ എന്തിനാ ഇ ഡി ഇടപെട്ടെന്നറിയാവോ സാറേ? ഈ ഗോവർദ്ധൻ കഴിഞ്ഞ ദിവസം സമ്മാനപ്പൊതി കൊടുക്കുന്ന പടം വന്നോ പുറത്ത്? ഈ ഗോവർദ്ധൻ ടൈറ്റ് സെക്യൂരിറ്റിയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പരിവാരങ്ങളുമായിട്ട് നിന്ന് ശ്രീമതി സോണിയാഗാന്ധിയെ പോലെ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ ഒന്നാമത്തെ ലീഡർ, ആ ഒന്നാമത്തെ ലീഡറിന്റെ കയ്യിൽ ഒരു സമ്മാനപ്പൊതി കൊടുക്കുകയാ. ശരി, അങ്ങനെ പറഞ്ഞു പോകല്ലേ, അങ്ങനെ പറഞ്ഞു പോകല്ലേ, അസത്യം ഇങ്ങനെ പറഞ്ഞു പോകരുത്. ഡോക്ടർ പി കെ ഗോപൻ, എനിക്ക് ചോദ്യമുണ്ട്, ഒരു മിനിറ്റ്, അങ്ങനെ പറഞ്ഞു പോകരുത്. കാരണം ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി വന്നത്, അല്ലാതെ സോണിയാഗാന്ധിക്ക് കയ്യിൽ ചരടി കെട്ടിക്കൊടുത്തതന്നല്ല. അത് നല്ല വഴിയാണ് ആ പറച്ചിൽ. അല്ല, ഞാൻ പറയട്ടെ നിങ്ങൾ ഈ രാഷ്ട്രീയ ആക്ഷേപങ്ങളെല്ലാം ഇവിടെ ഉന്നയിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ നിങ്ങളുടെ നേതാവ് വി ഡി സതീശൻ ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങളുടെ നേതാവ് അത് കോൺഗ്രസിന്റെ പ്രതിനിധി പറയും, അങ്ങ് ഇതിന് മറുപടി പറയൂ. ദേവസ്വം വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടി വരുമ്പോൾ ഇതിൽ കള്ളപ്പണം ഇൻവോൾവ് ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങ് പറയുന്നത് പോലെ ശബരിമലയിൽ നിന്ന് സ്വർണ്ണം പോയിട്ടില്ല എന്ന അഭിപ്രായമുണ്ടോ? നിങ്ങൾ ചർച്ചയ്ക്ക് സമ്മതിക്കത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. നിങ്ങൾ ചർച്ചയ്ക്ക് സമ്മതിക്കത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. വി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആക്ഷേപം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നിയമവിദഗ്ധനായിട്ടിരുത്തിയിട്ടുണ്ടല്ലോ പത്മനാഭ സാറിനെ, അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹം ഇതിൽ തൊട്ടില്ലല്ലോ. അപ്പോ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചപ്പോൾ മാനനഷ്ട കേസ് കൊടുക്കും, തെളിവ് കൊടുക്കുന്നില്ല. അതിന് വി ഡി സതീശൻ പറഞ്ഞ മറുപടി എന്താ? എനിക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. എന്ത് പ്രിവിലേജ്? അദ്ദേഹം അതിന് ഉപയോഗിച്ചത് ഭരണഘടനാപരമായ പ്രിവിലേജ്. സ്മൃതി ഒരു ഏതാനും പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്ക് പോലും കിട്ടിയിട്ട്, ക്യാബിനറ്റ് റാങ്ക് അതിനു മുമ്പില്ലായിരുന്നു. ക്യാബിനറ്റ് റാങ്ക് കിട്ടിയിട്ട് പോലും ഏതാനും പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എനിക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട് ആക്ഷേപം ഉന്നയിക്കാൻ. തെളിയിക്കണമെങ്കിൽ ആക്ഷേപിക്കപ്പെട്ടവർ തെളിയിച്ചോണം. ആരാണോ ആക്ഷേപം ഉന്നയിച്ചത് അയാൾക്ക് തെളിയിക്കാൻ ബാധ്യതയില്ല. ആർക്കെതിരെ ആരോണോ ഉന്നയിച്ചോ അവര് തെളിയിച്ചോണം എന്നാണ് ആക്ഷേപം ഉന്നയിച്ചത്. ഇവിടെ അല്ല, ഞാൻ പറയട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനും ഭണ്ഡാരിയും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന വിങ് ഏതാണെന്നുള്ളത് വ്യക്തമായി. കർണാടകത്തിലെ BJP MLA, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം, അടൂർ പ്രകാശ്, അതുപോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കൂടെ ചേരുന്ന ഒരു സംഘമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ സംഘത്തിൽ ഒരാളാണല്ലോ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. മറ്റു സംഘത്തിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. എത്തിയിട്ട് പോരെ ഈ ആരോപണം ഉന്നയിക്കാൻ. നിങ്ങളുടെ സംഘത്തിൽപ്പെട്ട പത്മകുമാറാണല്ലോ ജയിലിൽ കിടക്കുന്നത്. ആ പത്മകുമാർ ഇപ്പോഴും പാർട്ടിയിൽ തുടരുകയാണല്ലോ. മറുപടി ഞാൻ പറയാം സ്മൃതി, അതിന് മറുപടി ഞാൻ പറയാം. മറുപടി പറയാൻ നിങ്ങൾ സമ്മതിച്ചാൽ മറുപടിയിലേക്ക് അങ്ങ് വരുന്നില്ല. അങ്ങേക്കുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ്. ഒരൊറ്റ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞത് ഇടി വന്നത് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നല്ലേ അങ്ങ് പറഞ്ഞത്. ദേവസ്വം വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇടി വന്നത്. അങ്ങ് മറുപടി പറഞ്ഞോ? ഇല്ലല്ലോ. സ്മൃതി, ഇവിടെ ചർച്ച ചെയ്ത രണ്ട് രാഷ്ട്രീയ പ്രതിനിധികളും മൂന്നാമത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ലാതെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത 3 പേരും സ്മൃതി ഉൾപ്പെടെ 4 പേരും ഉന്നയിച്ച, സ്മൃതിയെ ഞാൻ മാറ്റി നിർത്തുന്നു കാരണം സ്മൃതി ഈ വിഷയങ്ങൾ ഉന്നയിച്ചില്ല. മറ്റു 3 പേരും ഉന്നയിച്ച പാട്ടിന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, പാരഡിയെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഞങ്ങൾ ആരെങ്കിലും കേസിന് പോയോ? സ്മൃതി ആരെ കേസിന് പോയോ? കേസിന് പോകേണ്ടതാണ്. അതീവ ഗൗരവത്തിലുള്ള വിഷയമാണെന്ന് ഇവിടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞാണ്. ഇനി പിന്നാക്കം പോയിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ രേഖകളിൽ കിടക്കല്ലേ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെ നിഷേധിക്കാതിരിക്കൂ. അത് പാട്ടുമായി ബന്ധപ്പെട്ടതല്ല, പാട്ടിനകത്ത് ഉന്നയിച്ച രാഷ്ട്രീയ ആക്ഷേപമല്ല. അയ്യപ്പനെതിരായ പാട്ടെന്നാണ് പറഞ്ഞത്. മതനിന്ദ എന്നാണ് പറഞ്ഞത്, ദൈവനിന്ദ എന്നാണ് പറഞ്ഞത്. ഇവിടെ സംഘപരിവാറിന് പോലും ഇല്ലാത്ത പരാതിയാണ്, ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചത്. ഞാൻ തിരിച്ചെത്താം. എനിക്ക് വി ആർ അനൂപിലേക്ക് പോകണം. ശ്രീ വി ആർ അനൂപ്, ഒന്നിലധികം കാര്യങ്ങളാണ് ഇപ്പോൾ ഗോപൻ കോൺഗ്രസിനെതിരെ പറഞ്ഞിരിക്കുന്നത്. അങ്ങേക്ക് മറുപടി നൽകാം. ഇവിടെ CPM പ്രതിനിധികൾ ഇദ്ദേഹം ഉൾപ്പെടെ
കുറെ ചർച്ചകളായിട്ട് ആവർത്തിക്കുകയാണ്. സോണിയാഗാന്ധി ചരട് കെട്ടിക്കൊടുത്തു. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ആരുടെങ്കിലും കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ക്രിമിനൽ കുറ്റമാണോ? ഇനിയിപ്പോ സോണിയാഗാന്ധി എന്താണ് ചെയ്ത കുറ്റകൃത്യം? ഈ ചാനൽ ചർച്ചയിൽ നിന്ന് പറയാതെ ഈ മാന്യന്മാർ പോയി കോടതിക്ക് മുന്നിൽ, അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ കൊണ്ടുപോയി കൊടുത്ത് സോണിയാഗാന്ധിനെ അറസ്റ്റ് ചെയ്യ്. അടൂർ പ്രകാശ് ചെയ്തിട്ട് അടൂർ പ്രകാശിനെ പിടിച്ച് അകത്തിട്. ഇവിടെ ചരട് കെട്ടിയതിനല്ലെന്നേ നിങ്ങളുടെ പത്മകുമാർ ജയിലിൽ പോയി കിടക്കുന്നത്. സ്വർണ്ണ അടിച്ചു മാറ്റിയതിന്റെ പേരില ജയിലിൽ പോയി കിടക്കുന്നത്. ചരട് കെട്ടിയതിനല്ല. ചരട് കെട്ടുന്ന ഇന്ത്യയിൽ കുറ്റകൃത്യം അല്ലാതെ വെറുതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് എല്ലാ ചാനൽ ചർച്ചകളിലും കയറി പറയുക. ചരട് കെട്ടി പലരും ചരട് കെട്ടുന്നുണ്ട് പലയിടത്തും. ചരട് കെട്ടലല്ല ഇവിടെ ചർച്ച. ഇവിടെ മാന്യമായി പറയുകയാണെങ്കിൽ മാന്യമായ ഭാഷയിൽ സംസാരിക്കാം. എല്ലാ ചർച്ചയിലും സോണിയാഗാന്ധി ചെയ്ത കുറ്റകൃത്യം എന്താണെങ്കിൽ നിങ്ങളത് അന്വേഷണ ഏജൻസിക്ക് കൊണ്ടുപോയി കൊടുക്ക്. 10 ജന്മത്തിലേക്കുള്ള വഴി നിങ്ങൾക്കറിയില്ല, അന്വേഷണ ഏജൻസിക്ക് കാണിച്ചു കൊടുക്ക്. സോണിയാഗാന്ധിനെ അറസ്റ്റ് ചെയ്യ്. ഇവിടെ അദ്ദേഹം കയറി പറയാണ് കേരളീയ സമൂഹം അങ്ങനെ ചിന്തിക്കുന്നില്ല. മിസ്റ്റർ, നിങ്ങളാണോ കേരളീയ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയാൻ? കേരളീയ സമൂഹത്തിന്റെ കുത്തക നിങ്ങൾക്കാണോ? ഇവരുടെ സ്ഥിരം ഭാഷയാ. കേരളീയ സമൂഹത്തിന്റെ തന്തയൊന്നും ആരും ആവണ്ട. കേരളീയ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങളുടെ പാർട്ടി അനുഭാവികൾ, നിങ്ങളുടെ കേഡറുകൾ അടക്കം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായിന്നേ. എന്നിട്ട് കിടന്ന് ഉരുളാണ്. നിങ്ങൾക്കിപ്പോ ഒരു കാര്യത്തിൽ ഉറപ്പായോ? ഈ പറയുന്ന ശിവകുമാറും ശ്രീകുമാറിന്റെ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യത്തില് ആരാ പറഞ്ഞത്? അരുൺകുമാർ ഏതെങ്കിലും ഒരു സൈബർ CPM കാരനല്ല. എല്ലാ ദിവസവും ചാനൽ ചർച്ചയിൽ നിങ്ങളെ പോലെ വന്ന് ന്യായീകരിച്ച് മെഴുകുന്ന ഒരു മാന്യദേഹം എന്ന് പറയാണ് ശ്രീകുമാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ മന്ത്രി ശിവകുമാറിന്റെ സഹോദരനാണ്. ഒരു ഉത്തരവാദിത്വമില്ലാതെ പച്ചക്കള്ളം ദിവസവും പടച്ചു വിടുകയാണ് ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹം ഉൾപ്പെടെയുള്ള CPMന്റെ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകൾ. എന്തെങ്കിലും കാര്യം ആധികാരികമായി ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമോ? ഇദ്ദേഹം പറയണം, പറഞ്ഞിട്ട് പോകണം. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞം കാണിക്കല്ല. സോണിയാഗാന്ധി ചെയ്ത കുറ്റകൃത്യം എന്താ? സോണിയാഗാന്ധി ചെയ്ത കുറ്റകൃത്യം എന്താണ്? നിങ്ങൾ അന്വേഷണ ഏജൻസിയിൽ പോ. നിങ്ങൾ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്ക്. സോണിയാഗാന്ധി ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട്, അവർ അറസ്റ്റ് ചെയ്യണം. സോണിയാഗാന്ധി നിങ്ങളുടെ ബന്ധുവൊന്നുമല്ലല്ലോ, സോണിയാഗാന്ധി നിങ്ങളുടെ നേതാവൊന്നുമല്ലല്ലോ. വെറുതെ കിടന്ന് മെഴുകരുത്. എന്താണ് യാഥാർത്ഥ്യം എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ പാർട്ടി സംവിധാനം പ്രതിക്കൂട്ടിലാണ്. ആ ജാല് നിങ്ങളുടെ മുഖത്തുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ഡോക്ടറേറ്റ്? നുണക്കഥകൾ ഉണ്ടാക്കുന്നതിനാണോ ഡോക്ടറേറ്റ്? വെറുതെ കിടന്ന് മെഴുകുന്നതിന് എന്താ കാര്യം? നിങ്ങൾ പറഞ്ഞിട്ട് പോകണം സോണിയാഗാന്ധി ചെയ്ത കുറ്റകൃത്യം എന്ത്, സോണിയാഗാന്ധി ചെയ്ത കുറ്റകൃത്യം എന്തെന്ന് പറയണം, വിശദീകരിക്കണം. എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങൾ അന്വേഷണ ഏജൻസി ഏൽപ്പിക്കണം. നിങ്ങളാ തെളിവ് കൊടുക്കുന്നേ. എന്നിട്ട് സോണിയാഗാന്ധിക്ക് നിങ്ങളുടെ ഔദാര്യം? സോണിയാഗാന്ധി നിങ്ങളുടെ നേതാവല്ലല്ലോ, സോണിയാഗാന്ധി നിങ്ങളുടെ PB മെമ്പർ അല്ലല്ലോ. എല്ലാ ചർച്ചകളിലും വന്ന് സോണിയാഗാന്ധി ആവർത്തിച്ചാൽ നിങ്ങൾ പറയുന്ന കുറ്റകൃത്യമില്ല. ശ്രീ ആർ വി ബാബു, അന്വേഷണം ഇപ്പോൾ സമയമാവും. ശ്രീ ആർ വി ബാബു അടുത്ത 14-ാം തീയതി വരാം. ബാക്കിയുള്ളവർക്ക് സമയം കൊടുക്കട്ടെ, അങ്ങിലേക്ക് വരാന്നേ. ശ്രീ ആർ വി ബാബു അടുത്ത മാസം 14-ാം തീയതി, ജനുവരി 14, 16 ഒക്കെ ആവുമ്പോഴേക്കും അന്തിമ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. വരാം. ശ്രീ ആർ വി ബാബു അടുത്ത 14-ാം തീയതി ആവുമ്പോഴേക്കും അന്തിമ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതിനകം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളതാണോ അങ്ങയുടെ ഒരു വിലയിരുത്തൽ? ഞാൻ അറസ്റ്റുകൾ ഉണ്ടാവണം. കാരണം ശങ്കരദാസും വിജയകുമാറും ഒക്കെ ദേവസ്വം ബോർഡ് മെമ്പർമാരായിട്ടുള്ള ആൾക്കാരാണ്. ദേവസ്വം ബോർഡ് ഇതിൽ പ്രതിയാണ് എന്ന് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പത്മകുമാർ മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ശങ്കരദാസും പത്മകുമാറും ചേർന്നിട്ടുള്ള ഒരു കൂട്ടുത്തരവാദിത്വത്തിന് മാത്രമേ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ എന്നുള്ളത് വളരെ പച്ചയായ പരമാർത്ഥമാണ്. അപ്പോൾ അവരിലേക്ക് അന്വേഷണം എത്തണം. അതേപോലെ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ബോർഡിന് പുറത്തുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം പോകുമോ, അതിനെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഗോപൻ പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി മറുപടി പറഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു സമയം തരണം. ഗോപൻ പറഞ്ഞു EDയുടെ അന്വേഷണത്തെ കുറിച്ചൊക്കെ ED വളരെ സംശയാസ്പദമാണ്, അതാണ് ഇതാണ്, രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ എടുക്കുന്നു. അപ്പോ ED രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ എടുത്തിട്ടുണ്ട്. ED അവർക്കെതിരെ മാത്രമാണോ എടുത്തിട്ടുള്ളത്? 5892 കേസുകൾ കഴിഞ്ഞ ജനുവരി 1 മുതൽ ജൂൺ 30 വരെ ED കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ പങ്കജ് ചൌധരിയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഫോർ ഫൈനാൻസ് പങ്കജ് ചൌധരി സഹമന്ത്രിയാണ് അദ്ദേഹം പാർലമെന്റിൽ കൊടുത്തൊരു മറുപടിയാണ്. മറുപടി പറഞ്ഞത് സകേത് ഗോഖലെ തൃണമൂൽ കോൺഗ്രസിന്റെ എംപിയുടെ ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ്. 5892 കേസുകൾ. അപ്പോൾ 5892 കേസുകളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസാണോ? ED 34,000 കോടി രൂപയാണ് റിട്രൈവ് ചെയ്തെടുത്തത്.
അതായത് PMLA ആക്ട് അനുസരിച്ചിട്ട് 34,000 കോടി രൂപ ആണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് മുതൽ കൂട്ടിയത്. അപ്പോ ED എന്നുള്ള അന്വേഷണം തീർത്തും ആ അന്വേഷണ ഏജൻസി അപ്പോ അതിനെ എന്താ പറയാ പരിഹസിക്കുന്ന ആ നിലപാട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരള ഹൈക്കോടതി എത്രയോ വട്ടം കേരള പോലീസിനെ ആക്ഷേപിച്ചിട്ടുണ്ട്, അവഹേളിച്ചിട്ടുണ്ട്, എത്രയോ വട്ടം അധിക്ഷേപിച്ചിട്ടുണ്ട്, ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരള പോലീസ് സംവിധാനം മുഴുവൻ കുഴപ്പത്തിലാണെന്നുള്ള സംവിധാനമാണോ നമുക്ക് പറയാൻ സാധിക്കുക? അപ്പോൾ യഥാർത്ഥത്തിൽ CPM അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കസർത്തുകൾ നടത്തുകയാണ്. ആ കസർത്തിന്റെ ഭാഗമാണ് ഒരു പാട്ടിന്റെ പേരിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ആര് പറഞ്ഞു കേസെടുക്കാൻ എന്നാണ്? നിങ്ങളുടെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറഞ്ഞില്ലേ ഇത് അങ്ങേയറ്റം മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന പ്രസ്താവന നടത്തിയത് നിങ്ങളുടെ CPM ജില്ലാ സെക്രട്ടറി അല്ലേ? പാർട്ടിയുടെ നേതാക്കന്മാർ വന്ന് കഴിഞ്ഞ ദിവസം ചാനലുകളിൽ പറഞ്ഞത് ആ പാട്ട് മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നല്ലേ? ഒടുവിൽ പൊതുസമൂഹം നിങ്ങൾക്കെതിരാണ്. ആ കേസുമായി മുന്നോട്ട് പോയാൽ കോടതിയുടെ വരാന്തയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് കരണത്തടി കിട്ടും എന്ന് മനസ്സിലായപ്പോഴല്ലേ ആ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ തീരുമാനിച്ചത്? അപ്പൊ നിങ്ങൾ വിശ്വാസികളുടെ പക്ഷത്ത് നിന്നിട്ട് ആരെ പ്രീണിപ്പിക്കാനായിരുന്നു? ഹൈന്ദവ സമൂഹത്തെ പ്രീണിപ്പിക്കാനോ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പുറത്ത് പാട്ട് എഴുതിയ 4 മുസ്ലിങ്ങളാണ്, ഇപ്പുറത്ത് ഹിന്ദുക്കളാണ്. ഹൈന്ദവ വിശ്വാസം വ്രണപ്പെടും, അതുകൊണ്ട് ഹിന്ദുക്കളുടെ വോട്ടും കൂടി മേടിച്ചെടുക്കാം എന്ന രാഷ്ട്രീയ തന്ത്രമാണോ നിങ്ങൾക്കുണ്ടായത്? അപ്പൊ നിങ്ങളെപ്പോലെ ഇത്രയും വർഗീയമായ സമീപം ഇന്ന് ഇപ്പൊ പിണറായി വിജയന്റെ പ്രസ്താവന കണ്ടു സ്മൃതി, ഞാൻ ഇതും കൂടി ചേർത്ത് വായിക്കും. സമസ്തയെക്കുറിച്ച് വലിയ സർട്ടിഫിക്കറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സമസ്തയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ തരാതരം പോലെ ഇത്തരം പ്രസ്താവനകൾ നടത്തി വർഗീയ പ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർ ഈ വിഷയത്തിൽ എടുക്കുന്ന ഇരട്ടത്താപ്പ് പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിധിയുണ്ടായത്. ഇനിയും CPM-നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരായി അങ്ങേയറ്റം കുറ്റക്കാരായി തന്നെ നിലകൊള്ളുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ തുടരുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അന്വേഷണം ഇതിനു മുന്നിൽ ഇനി അങ്ങോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തീർച്ചയായും സംശയമുണ്ട്. ശരി, ശ്രീ ഗോപൻ അങ്ങേക്ക് മറുപടി നൽകാം. ശ്രീമതി സ്മൃതി, ഞാനിവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM-ന്റെ രാഷ്ട്രീയ നിലപാട് പറയാനാണ്. വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കാൻ നിങ്ങൾ ഈ ഫ്ലോർ തുറന്നു കൊടുക്കരുത്. എനിക്ക് ഡോക്ടറേറ്റ് തന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും എല്ലാം അംഗീകരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ സർട്ടിഫിക്കറ്റ് അടിയിൽ ഒപ്പ് വെക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. PD സതീശന്റെ ഒപ്പ് വാങ്ങിക്കുന്നവർക്ക് മാത്രമേ കേരളത്തിൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നവരെ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടല്ല ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. ഞാൻ നിങ്ങളെ ഇടപെട്ടില്ല. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. എനിക്ക് സമയമില്ല. പ്ലീസ്, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. പ്ലീസ് നിങ്ങൾ കേട്ടാട്ടെ. അത് കഴിഞ്ഞിട്ട് ശിവകുമാറിന്റെ സഹോദരനൊക്കെ ഞങ്ങൾ ഒരുപാട് ചർച്ചയിൽ അരുൺകുമാർ ശ്രീകുമാർ എന്ന് പറഞ്ഞു ഇവിടെ ആക്ഷേപിക്കുക. ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ 1,82,00,000 രൂപയുടെ പാത്രം മോഷ്ടിക്കുകയും അവിടുന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ആളാണ് സാർ. നിങ്ങൾ എത്ര ഒളിച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ശബരിമല അയ്യപ്പന്റെ കാര്യത്തിൽ തെളിഞ്ഞ കേസ്, ഇത് തെളിയാൻ കിടക്കുന്ന കേസാണ്. തെളിഞ്ഞ കേസ് കോൺഗ്രസ് നടത്തിയ അഴിമതിയാണ്. ശ്രീകുമാറല്ല നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കില്ല. ശ്രീകുമാർ എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ശ്രീ ഗോപൻ, മറ്റേ വിഷയം നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പാത്രം മോഷണമൊക്കെ നിങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ സമയത്ത് പറയുന്നുണ്ട്. അങ്ങിത് പറയൂ, ശ്രീകുമാർ അദ്ദേഹം സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ല. അങ്ങ് പറയൂ. അദ്ദേഹത്തോട് സംസാരിക്കാതിരിക്കാൻ പറ. ഞാൻ പറഞ്ഞത് ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാറിനെ കുറിച്ചാണ്. നിങ്ങൾ ശ്രീകുമാർ ആര് പറഞ്ഞു എന്നുള്ളത് ഈ ഫ്ലോറിന്റെ വിഷയമല്ല. ഇവിടെ ആരും ശ്രീകുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത്, സോണിയാഗാന്ധി സ്വർണം മോഷ്ടിച്ചെന്നോ സോണിയാഗാന്ധി ശബരിമലയിലെ പാളി വാങ്ങിച്ചെടുത്തെന്നോ ഞാൻ പറഞ്ഞില്ല സഹോദര. ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലെ ഒരാളിന്റെ അടുക്കൽ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുചെല്ലണമെങ്കിൽ ഈ സ്വർണം വാങ്ങിച്ച ഗോവർദ്ധൻ എന്ന് പറയുന്ന കച്ചവടക്കാരനിലോട്ടോ കൊള്ളക്കാരൻ്റെ അടുത്തോട്ടോ ഇത് കൊണ്ടുചെല്ലണമെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുക്ക ചെല്ലണമെങ്കിൽ ഇവർക്കുള്ള കോൺഗ്രസ് ബന്ധം എന്താണെന്നാണ് ഞാൻ ചോദിച്ചേ. ഒരു സാധാരണ ആളുകൾ സോണിയാഗാന്ധി അങ്ങോട്ട് പോകുമ്പോൾ എനിക്കൊരു ചരട് കെട്ടാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ചരട് കെട്ടാൻ പറ്റുന്ന ആളല്ലല്ലോ സോണിയാഗാന്ധി. ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ആളാണല്ലോ. അല്ല, നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കത്തില്ലേ? നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കത്തില്ലേ? നിങ്ങൾ മാത്രം എടുക്കുക കാണിച്ചാൽ മതിയോ? അല്ല, നിങ്ങൾ മാത്രം എടുക്കുക കാണിച്ചാൽ മതിയോ? നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് സംസാരിക്കുമോ? ബാക്കിയുള്ളവർ സംസാരിക്കാൻ സമ്മതിക്കത്തില്ലേ? അതൊരു മര്യാദയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ പറഞ്ഞോണ്ടിരുന്നത് നിങ്ങൾ ഇന്നലെ ഹരിചന്ദ്രന്റെ വാദമാണ് പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾ ഹരിചന്ദ്രന്റെ വാദമാണ് പറഞ്ഞോണ്ടിരുന്നത്. മിസ്റ്റർ, നിങ്ങൾ ഹരിചന്ദ്രന്റെ വാദമാണ് പറഞ്ഞോണ്ടിരുന്നത്. പച്ച നുണയല്ലേ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നത്? അല്ല, നിങ്ങൾ പറഞ്ഞോണ്ടിരുന്ന പച്ച നുണയല്ലേ? ഇതെന്തൊരു ചർച്ചയായത്? ഇത്തരത്തിൽ ഒരു ഫ്ലോറിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റും?
സംസാരിക്കാൻ സമയം തരത്തില്ല. പിന്നെ സമയമല്ലേ ഇരിക്കുന്നത്, എത്ര സമയം കിട്ടിയാലും നിങ്ങൾക്ക് മതിയാവില്ല. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു പ്രസംഗത്തിനുള്ള സ്ഥലമല്ലല്ലോ. എത്ര സമയം കിട്ടിയാലും ഇത് തന്നെയാണ് പറയാറ്. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, പകരം ആരോപണങ്ങളാണ് മറുപടിയായി പറയുന്നത്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അവസാനമായി അങ്ങേക്ക് മറുപടി നൽകാം. ചില കാര്യങ്ങൾ അങ്ങേക്കെതിരെ കൂടി ഉന്നയിച്ചിട്ടാണ് ശ്രീ ഗോപൻ ഇറങ്ങിയത്. ഡോക്ടർ ഗോപൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ തിരിച്ചൊന്നും പറയാതിരുന്നത് സാമാന്യ മര്യാദ. നമ്മൾ കോടതിയിലാണെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് കയറി പറയുന്നത് തെറ്റായി കരുതാറുണ്ട്. അതുകൊണ്ട് ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഞാനിപ്പോൾ പറയാം. ഒന്ന്, ഈ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ കാര്യം പറഞ്ഞത് നമുക്ക് പാർട്ടി അനുഭാവം കൊണ്ടല്ല. നിയമത്തിൻ്റെ മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരെ 50 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ, സോണിയാഗാന്ധിയെ 11-12 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു നാഷണൽ ഹെറാൾഡ് കേസിൽ. അവിടുത്തെ കോടതി സ്പെഷ്യൽ ജഡ്ജ് അത് കോഗ്നൈസൻസ് എടുക്കാൻ വിസമ്മതിച്ചു. അതിനകത്ത് കേസ് എടുക്കാൻ വിസമ്മതിച്ചു. അതിന്റെ നിയമപരമായ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഒരു FIR ഇല്ല, അതൊരു പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ പുറത്താണിത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണമൊക്കെ നടത്തിയത്. അതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ സ്പെഷ്യൽ ജഡ്ജ് പറഞ്ഞത് ഇതിൽ സാധാരണ കേസുകളിൽ നടക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നിരിക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വന്ന പണത്തിന്റെ ട്രെയിൽ കണ്ടെത്തുന്നു, ആ പണം മാർക്കറ്റിൽ വെളുപ്പിക്കാനായിട്ട് ഇറക്കുന്നു. അവിടെയാണ് ഈ ഒഫൻസ്, മണി ലോണ്ടറിങ് എന്നുള്ള ഒഫൻസ് വരുന്നത്. ഈ കേസിൽ അങ്ങനെ വന്നിട്ടില്ല. ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി കൊടുത്തൊരു പ്രൈവറ്റ് കംപ്ലൈന്റിലാണ് ഈ കേസ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ കേസ് തള്ളുകയായിരുന്നു. അതുകൊണ്ട് സോണിയാഗാന്ധിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതുമായിട്ടൊരു കമ്പാരിസൺ അല്ല. ഓരോ ക്രിമിനൽ കേസുകളും വ്യത്യസ്തമാണ്. സാധാരണക്കാർക്കൊക്കെ അറിയാം. ഇത് രാഷ്ട്രീയം പറയുമ്പോൾ കോൺഗ്രസിനെതിരെയുള്ള ആരോപണം എന്തായി, ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം, അങ്ങനെയല്ലല്ലോ അതിനുള്ള മറുപടി. ഇപ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന ആ പ്രശ്നത്തിനുള്ള ഉത്തരം പറഞ്ഞിട്ടില്ല അദ്ദേഹം. പിന്നെ രണ്ടാമത്, ഈ മണി ലോണ്ടറിംഗ് ആക്ടിന്റെ ഭരണഘടനാ സാധുത ഉയർത്തിപ്പിടിച്ചുള്ള സുപ്രീം കോടതി വിധിയിലും പറയുന്നത് ഒരു മണി ട്രെയിൽ വേണം, എവിടെയെങ്കിലും പണം കണ്ടെത്തണം. ആ പണം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ, ശബരിമല കേസിൽ, അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഡോക്ടർ തോമസ് ഐസക്കിന് വന്ന നോട്ടീസ് നേരിട്ട് ഹാജരാകേണ്ടെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം മാന്യമായിട്ട് ഇതുകൂടി പറയണമായിരുന്നു. ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിൽ ഇവര് ആദ്യമേ ഒരു കേരള ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ മേടിച്ചു. ED ഒരു നോട്ടീസ് വന്നപ്പോൾ ഒരു സാമാന്യ ഒരു ഉത്തരം കൊടുത്താൽ മതി. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അത് വീണ്ടും അപ്പീലായിട്ട് വന്നപ്പോൾ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത് നിങ്ങൾക്ക് ഇതിനൊരു മറുപടി കൊടുക്കാൻ കഴിയില്ലേ, എന്തുകൊണ്ടാണ് അന്വേഷണം തടസ്സപ്പെടുത്തുന്നതെന്നാണ് ഡിവിഷൻ ബെഞ്ച്, ജസ്റ്റിസ് ധർമാധികാരി, ജസ്റ്റിസ് ബാലകൃഷ്ണനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത്. ഇതിനൊന്നും CPM പ്രതിനിധിക്ക് ഉത്തരമില്ല. അദ്ദേഹം ആരോടാണ് പിടങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനേതായാലും പക്ഷപാതപരമായിട്ടല്ല പറഞ്ഞത്. ഞാൻ നിയമത്തിൽ ഇപ്പോൾ കണ്ട കാര്യങ്ങൾ, കോടതി ഒബ്സർവേഷൻസ്, ഡൽഹി കോടതിയുടെ, കേരള ഹൈക്കോടതിയുടെ 3 ബെഞ്ചിന്റെ ഉത്തരവുകളൊക്കെയാണ് കാണിച്ചത്. ശരി, ശ്രീ RV ബാബു, അവസാനമായി ഇപ്പോൾ ED വരുന്നു എന്ന് പറയുമ്പോൾ EDക്കെതിരെയൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അവസാനം EDയും ഇടത് സർക്കാരും തമ്മിൽ ഒത്തുതീർപ്പുണ്ടോ എന്ന് സംശയിക്കാവുന്ന രൂപത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ED ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നീങ്ങുന്നു, ഒരു പ്രത്യേക സമയത്ത് കേസിന് വളരെ വേഗം വയ്ക്കുന്നു, പിന്നെ അവരുടെ ഒരു വിവരം ഉണ്ടാകില്ല. ഇതാണ് ഇപ്പോൾ പല കേസുകളുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് രാഷ്ട്രീയമായി ഒത്തുതീർക്കും എന്നുള്ളൊരു ആരോപണം കൂടി അപ്പുറത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതിനുകൂടി അങ്ങയുടെ മറുപടി. സ്മൃതി, നമ്മളെ രാഷ്ട്രീയ ചർച്ചയിൽ നിന്നുകൊണ്ടാണ് ഈ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഒത്തുതീർപ്പാണ് ബാക്കി കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, 5892 കേസുകൾ ഈ ജാനുവരി 1 മുതൽ ജൂൺ 30 വരെ ചാർജ് ചെയ്തെന്ന് പറയും. അതിനകത്ത് കൺവിക്ഷൻ റേറ്റ് എത്രയാണ്? 0.1 രാഷ്ട്രീയ. അതെ, കൺവിക്ഷൻ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം എന്താ? അഴിമതി കേസുകളിൽ ഇത്തരത്തിലുള്ള ഇപ്പൊ ഈ ഗൂഢാലോചന, കോൺസ്പിരസി, അതേപോലെ കറപ്ഷൻ, ഇത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്മൃതി, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ സ്മൃതിക്ക് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാം. നമ്മുടെ നാട്ടിൽ അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരൊറ്റ രാഷ്ട്രീയ നേതാവുള്ളൂ, R ബാലകൃഷ്ണപിള്ള. എന്നാൽ അഴിമതി നടത്താത്ത ആൾക്കാരാണോ രാഷ്ട്രീയ നേതാക്കന്മാരും? അഴിമതി ആരോപണങ്ങൾ പലർക്കും എതിരെ ഉന്നയിച്ചിട്ടില്ലേ? കേസ് എടുത്തിട്ടില്ലേ? ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടോ ബാലകൃഷ്ണപിള്ള അല്ലാതെ? അപ്പൊ നമ്മള് വസ്തുതകളെ നമ്മൾ വസ്തുതയായിട്ട് കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരം കാര്യങ്ങളെ ആ രീതിയിൽ നമ്മൾ സമീപിക്കേണ്ടി വരും. അഴിമതി കേസുകൾ കണ്ടെത്തി ശിക്ഷിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് അതിന്റെ കൺവിക്ഷൻ റേറ്റ് കുറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കേസിലും EDക്ക് അതിന്റെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ പറയുന്നത്, ഇപ്പൊ SIT ഈ റിപ്പോർട്ട് കൊടുത്തു, എനിക്ക് വിശ്വാസം ഇല്ല ഇവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് കേട്ട്. ഞാനത് തുറന്നു പറയുകയാണ്. പോറ്റി ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഈ പറയുന്ന ആളുകൾ. കാരണം നിയമം അതാണ് പറയുന്നതെന്ന്.
കാരണം ദേവസ്വം ബോർഡിന്റെ മഹസറിൽ രേഖയിൽ ഈ പോറ്റിക്ക് കൈമാറിയിരിക്കുന്നത് ചെമ്പാണ്. ഇത് ദേവസ്വം ബോർഡ് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. പോറ്റി എങ്ങനെ ശിക്ഷിക്കപ്പെടും സ്മൃതി? എനിക്കൊന്ന് പറഞ്ഞുതരാമോ? നിയമത്തിന് മുമ്പിൽ അതാണ്. ഇപ്പൊ ഇവിടെ ശ്രീ പത്മനാഭനുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കൂ. കാരണം വളരെ വലിയ ഒരു ആർഗ്യുമെന്റ്, പോറ്റിക്ക് ഉയർത്താവുന്ന ഒരു ആർഗ്യുമെന്റ് അവിടെ കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകൾ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ ഇത് എന്നാ കൊള്ളയെ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അതെല്ലാവർക്കും അറിയാം കൊള്ള നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ തെളിവുകൾ ശേഷിക്കാതെ നഷ്ടപ്പെടുത്തുന്ന, അതുമാത്രമല്ല തെളിവ് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ഗവൺമെന്റ് നീങ്ങും. അന്വേഷണ ഏജൻസികളും അവർക്ക് അനുകൂലമായിട്ട് നിൽക്കും. ഇപ്പോൾ തന്നെ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ്? പലപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് തെളിവുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. അതുകൊണ്ട് ഇത്തരം കേസുകളിലെ കൺവിക്ഷൻ റേറ്റിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അയ്യപ്പന്റെ സഹായം കൊണ്ട് ഈ കേസിലെങ്കിലും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഈ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ശരി, നമുക്ക് നോക്കാം എന്താണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കമെന്ന്. വളരെ നന്ദി ശ്രീ ആർ ബി ബാബു, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഡോക്ടർ ഗോപൻ, ഒപ്പം തന്നെ VR അനൂപ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.